അയ്യോ, നമ്മുടെ സ്വന്തം വൈക്കത്തമ്പലത്തിലാണ് കേട്ടോ. വൈക്കത്തമ്പലത്തിൽ വന്നാലേ ഈ ദേവിയുടെ ഇവിടെ വന്ന് പല കളറിലെ കുങ്കുമം വാരി നെറ്റിയിൽ തൊട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചില്ലേ എനിക്ക് ഒരു മനസമാധാനവും കിട്ടില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടി വൈക്കത്തപ്പനോട് ഞാൻ നന്നായിട്ട് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടേ. കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നേ വൈക്കത്തപ്പൻ്റെ ഇവിടെ വന്ന് പ്രാതൽ കഴിക്കണമെന്നുള്ളത്. നമ്മുടെ ഷോപ്പ് അപ്പുറത്താണേലേ എപ്പോഴും ഒന്നും നമുക്ക് വരാൻ പറ്റാറില്ല കേട്ടോ. ഇന്നിപ്പം നമുക്കിവിടെ വരാൻ പറ്റിയതേ ഈ ഷീജ ചേച്ചി കാരണമാണ് കേട്ടോ. ഷീജ ചേച്ചിയുടെ കസിൻസ് ആരോ ഇന്നിവിടെ പ്രാതൽ വഴിപാട് നടത്തുന്നുണ്ടേ. അപ്പോൾ ഷീജ ചേച്ചിക്ക് ടോക്കൺ കിട്ടിയത് കൂടെ എനിക്കും കൂടി ഒരെണ്ണം തന്നു. ടോക്കണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മൾ വിടുമോ, ഞാനും ചാടി മേടിച്ചു ഒരെണ്ണം. അങ്ങനെ നമ്മൾ ടോക്കൺ ഉള്ളതുകൊണ്ട് നമുക്കധികം ക്യൂ ഒന്നും നിൽക്കണ്ട കേട്ടോ, നേരിട്ട് കയറാൻ പറ്റും. അങ്ങനെ കയറി പ്രാതൽ കഴിക്കാനായിട്ടിരുന്നു. ഞാനും ഷീന ചേച്ചിയുണ്ട്, നമ്മുടെ അപ്പുറം കുറച്ച് പരിചയക്കാരെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് വന്നതേ അഷ്ടമിയുടെ സമയത്താണ്. ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മളിവിടെ ആണെങ്കിലും നമുക്ക് എപ്പോഴും വരാനൊന്നും പറ്റാറില്ല, ഷോപ്പ് അടച്ചിട്ട് വേണ്ടേ വരാനായിട്ട്, അങ്ങനെ പറ്റാറില്ല. അങ്ങനെ ഇന്ന് ഷീജ ചേച്ചി കാരണം നമുക്കിവിടെ നിന്ന് പ്രാതൽ കഴിക്കാൻ പറ്റി. വൈകിട്ട് പിന്നെ നമ്മുടെ വൈക്കത്തമ്പലത്തിൽ കഞ്ഞിയുണ്ട് കേട്ടോ. ഇതുവരെ എനിക്ക് ഇവിടെ നിന്ന് കഞ്ഞി കഴിക്കാൻ വരാൻ പറ്റിയിട്ടില്ല. ഇനി എന്തെങ്കിലും ഒരിക്കൽ വരണം. നമ്മളങ്ങനെ പുറത്തിറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ ഞാൻ ഫോണിൽ വീഡിയോ പിടിക്കണ കണ്ടപ്പോഴേ ഇവർ പറയുന്നുണ്ട് ഞങ്ങളെ പിടിക്കല്ലേ എന്ന്. നമ്മൾ വിടുവോ? അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് ഇറങ്ങി. അതുകൊണ്ട് നമ്മുടെ കോടിയർച്ചനയും വടക്കുറത്തുമായിട്ടുമാണ് കേട്ടോ വരണത്. അതിൻ്റെ ഒരുക്കങ്ങളാണ് അമ്പലത്തിൽ. അപ്പോൾ എല്ലാവരും വന്നേക്കണം കേട്ടോ. ഷീന ചേച്ചി പറയുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടെല്ലാം പറ നമ്മുടെ വൈക്കത്തമ്പലത്തിൽ കോടിയർച്ചനയും വടക്കുപുറത്തുപാട്ടും ഒക്കെ എന്ന്. വടക്കുപുറത്തുപാട്ടേ 12 വർഷത്തിലൊരിക്കലാണ് കേട്ടോ നടത്തണേ. അപ്പോൾ എല്ലാവരും വന്നേക്കണേ. ഇതുകൊണ്ടോ പൊരി വെയിലത്താണ് കേട്ടോ ഞങ്ങൾ നടക്കണേ. അറിയാവുന്ന ഡാൻസിൻ്റെ സ്റ്റെപ്പ് മൊത്തം ഇട്ടിട്ടാണ് നടക്കണത്. കാലൊക്കെ പൊള്ളി നാശമായി. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വൈക്കത്തമ്പലത്തിന് ചുറ്റും ഒന്ന് നടന്നേ. അത് കഴിഞ്ഞ് ഞാൻ വടക്കേ നടയിലായിരുന്നു വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ വടക്കേ നട. ഇത് കണ്ടോ, ഇതൊക്കെ കോടിയർച്ചനയുടെയും വടക്കുപുറത്തുപാട്ടിൻ്റെയും ഒരുക്കങ്ങളാണേ. ഇനി നമുക്കേ കോടിയർച്ചനക്ക് കാണാം കേട്ടോ. അന്ന് ഞാൻ ഇച്ചിരി കൂടി വിശദമായിട്ടുള്ള വീഡിയോ എടുക്കാവേ. ഈ വെയിൽ ആയതുകൊണ്ട് ഒന്നും പറ്റണില്ല. അപ്പം ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.